പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആശുപത്രി കുട്ടി ഉണ്ടായിട്ടിരുന്നപ്പോൾ 29 ദിവസം, ഒരു മാസമാകും. ആദ്യം ഇവിടെ വന്ന സമയത്തൊന്നും കുഴപ്പമില്ല, ആൾ നല്ല ഉറക്കം തന്നെയായിരുന്നു. ഇപ്പോൾ കുട്ടി അറിവായി വരുന്നതനുസരിച്ച് ഉറക്കം എന്ന് പറയുന്നത് തീർത്തും ഇല്ല എന്നാണ് പറയാനായിട്ട്. രാത്രി സമയങ്ങളിൽ ഇപ്പോൾ നല്ല ഉറക്കാട്ടോ. ഇനിയൊരു എനിക്ക് ഉറക്കം പിടിക്കുന്ന സമയം ഏതാണ്ട് ഒരു 12 മണിയോട് കൂടിയിട്ട് ആളുടെ ഉറക്കം പോകും. പിന്നെ കരച്ചിലല്ല, എടുത്തുകൊണ്ടൊക്കെ നടന്നാൽ നല്ല ഇഷ്ടം. കുറേ നേരം കിടന്നു കഴിയുമ്പോൾ കീന്ന് കേൾപ്പിക്കും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ പുറമൊക്കെ നല്ല ചൂടായിരിക്കും കേട്ടോ. അന്നേരം ഫാനിൻ്റെ കാറ്റിലൊക്കെ പിടിക്കും. പാവം തോന്നും. കുറേ നേരം അങ്ങനെ കിടക്കുമ്പോഴേ നമ്മളായാലും ഇങ്ങനെ അനങ്ങാതെ ഒരേ പൊസിഷനിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കുറേ നേരം കിടക്കുമ്പോൾ ബുദ്ധിമുട്ട് വരില്ലേ. ഉറങ്ങുന്ന സമയത്തൊക്കെ 2-3 മണിക്കൂറൊക്കെ അങ്ങനെ കിടക്കും. അത് പിന്നെ കിടക്കാതെ നിർവാഹമില്ലല്ലോ. ഇപ്പം പിന്നെ ചെരിച്ചൊക്കെ കിടത്തേണ്ടി ഞാൻ കുട്ടീനെ 2 സൈഡും വെച്ച് ചെരിച്ച് കിടത്തും. അപ്പോൾ പുറം ഒന്ന് കാറ്റ് കൊള്ളുകയൊക്കെ ചെയ്യും. ഇന്നലെ മിനിഞ്ഞാന്ന് പുലർച്ചയ്ക്ക് ഒരു 2 മണിയായപ്പോൾ എഴുന്നേറ്റിട്ട് ഏതാണ്ട് ഒരു 4-5 മണിയോട് കൂടിയിട്ടാണ് ആൾ ഉറങ്ങിയത്. 7 മണിക്ക് ഇതിലെ പാൽക്കാരൻ ചേട്ടൻ പോകും. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ബൈക്കിൻ്റെ ഹോൺ അടിക്കും. ആ സമയത്ത് നമ്മൾ കുപ്പി എടുത്തിട്ട് ഇറങ്ങിച്ചെല്ലും. പൊക്കത്ത് 2-3 വീട്ടിൽ കൊടുക്കാണ്ട് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് തരിക. ഇപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ ഹോണടി കേട്ടിട്ടാണ് എഴുതാൻ 2-3 ദിവസമായിട്ട് എന്തെങ്കിലും പലഹാരത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പാൽ കൊണ്ടുവരിക, ഈ മാവ് ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും ആക്കുക, പാൽ കൊണ്ട് ചായ വയ്ക്കുക, സാമ്പാർ പെട്ടെന്നാവുമല്ലോ അത് 8:30 ആകുമ്പോഴത്തേക്കും രാവിലത്തെ ഭക്ഷണം കഴിക്കുക. ഇതിപ്പോൾ 2-3 ദിവസമായിട്ട് ഇതൊരു ശീലമായിട്ട് മാറിയേക്കുക. പിന്നെ ചോറ് ഉച്ചക്കത്തേക്കല്ലേ വേണ്ടു. അങ്ങനെ രാത്രി എനിക്ക് ഉറക്കം പോയിട്ട് ഇന്ന് പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിൽ ടാങ്കുകളിൽ കുറച്ച് ഒരു 200 ലിറ്ററിൻ്റെ വെള്ളം മുകളിലേക്ക് അടിച്ച് കയറ്റിയപ്പോൾ പിന്നെ താഴെയുള്ള വെള്ളം കഴിഞ്ഞു. ആ 200 ലിറ്റർ മാത്രം മുകളിലുള്ളൂ. അപ്പോൾ ഞാൻ ആ വെള്ളം തരുന്ന ആ മോനെ വിളിച്ചു. ഇന്ന് വെള്ളം വരുന്ന ദിവസമാണെന്ന് ചോദിച്ചപ്പോൾ അതെ ഇന്ന് വെള്ളം വരുന്ന ദിവസം ടീച്ചറെന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനം, വെള്ളം ഉണ്ടല്ലോ, വെള്ളം വരുമല്ലോ. അങ്ങനെ ഉച്ചയായി. ഇപ്പോഴത്തെ വെയിൽ എന്താണെന്നറിയാലോ. ഉച്ചയായി, വെള്ളം വരണില്ല. അപ്പോൾ ഇല്ല, എന്നെ വിളിച്ചു. ടീച്ചറെ വെള്ളം വരണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, വെള്ളം വരണില്ല. അയ്യോ, എന്നാൽ പൊക്കത്തെ ലോക്ക് ബ്ലോക്കായിട്ടിരിക്കുകയായിരിക്കും, അതൊന്ന് തുറന്നു വെച്ചേക്കാവോ എന്ന് ചോദിച്ചെന്നോട്. ആ ഒരൊറ്റ ബ്ലോക്ക് നമ്മുടെ വീട്ടിലേക്ക് മാത്രമുള്ള വെള്ളം. ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം വെള്ളം വേണ്ടേ. ഞാനൊരു തോർത്തും കൊണ്ട് തലയിലിട്ട് ആ ലോക്ക് നേരെ വയ്ക്കാൻ വേണ്ടി പോയി. ദൈവമേ, ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ കൂടെ ഇന്ന് നട്ടുച്ചയ്ക്കത്തുള്ള ആ വെയിലും കൂടെ അടിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുഴഞ്ഞു വീണ് മരിച്ചു പോകും. അത്ര കണ്ട് വിഷമമുണ്ടായി. ആ ഇന്നലത്തെ ഉറക്കക്കുറവും ഇന്നത്തെ ആ വെയിലിൻ്റെ ചൂടും. വെള്ളം കിട്ടി, എല്ലാ പാത്രത്തിലും വെള്ളം കിട്ടി, തുണി അലക്കി അങ്ങനെ. അപ്പോൾ ഒരു പ്രസവിച്ച പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ അമ്മയുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അമ്മയെ കുളിപ്പിക്കണം, കുഞ്ഞിനെ കുളിപ്പിക്കണം, ഇവർ രണ്ടാളുടെ തുണി കഴുകണം, കൂടാതെ അമ്മയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കണം, വീട് മെയിൻറ്റെയിൻ ചെയ്യണം, എല്ലാം കൂടിയിട്ടുണ്ടല്ലോ. പിന്നെ ഇതേപോലെ എൻ്റെ കേസ് ഒരു 500-ൻ്റെ ടാങ്ക് മുകളിലിരിക്കണം, താഴെ ഒരു 1000-ൻ്റെ ഉണ്ട്, 200-200-ൻ്റെ ഉണ്ട്. അപ്പോൾ ഈ വാഷിംഗ് മെഷീനിൽ തുണി ഇറക്കുന്ന കാരണം വെള്ളത്തിന് നല്ല ചിലവാണ്. അന്നേരം
കഴിഞ്ഞു പോയാൽ പിന്നെ അതിലെ ഉൾഭാഗം എടുത്തിട്ട് 2 200-ലെ മാറി നിറയ്ക്കണം. വെള്ളം ഒഴിച്ച് നിറച്ചിട്ട് വേണം അത് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് മുകളിലേക്ക് അടിച്ച് കയറ്റാൻ. ഓ, എന്തൊക്കെ ജോലികളാണ് ചെയ്യണമെന്ന് എനിക്ക് തന്നെ ഐഡിയ. അതാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയാം. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു അരമണിക്കൂർ മുമ്പ് ഈ നിലത്തെ ഇങ്ങനെ വെറുതെ അവിടെ അപ്പോൾ തലയ്ക്ക് ഭയങ്കര ഒരു പെരുപ്പ് വന്നു. അന്നേരം ഒന്ന് കിടന്നാൽ ശരിയാവുമെന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് വെറുതെ കിടന്നപ്പോൾ എവിടെ ഉറക്കം വരാൻ, ഇപ്പോഴും ഉറക്കം വരുന്നില്ല. എന്നാൽ തലയ്ക്ക് ഇങ്ങനെ ഒരു മന്ദതയുണ്ട്. പക്ഷെ ആ കറക്റ്റ് ഉറങ്ങണ സമയത്തല്ലാണ്ട് ഇനി ഉറക്കം വരില്ല എന്നുള്ളതാണ് സത്യം. അത് അങ്ങനെ ആ സമയത്ത് നമ്മൾ ഉറങ്ങി ശീലിച്ചത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു വരയിട്ട് ഉറങ്ങായിരുന്നു. അത് അങ്ങനെ ശീലമായിട്ട് പോയത് നമ്മൾ ഒറ്റയ്ക്കുള്ള ദിവസങ്ങളിൽ ഉറക്കം വരില്ല. അപ്പോൾ ഈ യൂട്യൂബ് ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് ഈ രാത്രി 12 മണി എന്നുള്ളത് അതങ്ങനെ ആയി മാറിപ്പോയി. ഇപ്പോഴും കണ്ണിലൊക്കെ നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഉറക്കം വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. എനിക്കതുകൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ പോലും മൈൻഡ് ശരിയല്ല, നോർമലല്ല. അതിൻ്റെ കൂടെ കുറേ ജോലി ഭാരങ്ങളും കൂടിയുണ്ട്. നമുക്ക് ലീവ് എടുത്തിരുന്നാലും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവിടെ അമ്മയും കുഞ്ഞും തമ്മിൽ കുസ്തിയാൻ തോന്നുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആൾക്ക് പാല് അങ്ങനെ കക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോഴത്തേക്കും പാലിന് ഭയങ്കര കുടി, അമ്മയെന്ന് പറഞ്ഞ് നിലവിളിച്ചു. പിന്നെ ഞാൻ ഓടിച്ചെന്ന് ഇങ്ങനെ കുടഞ്ഞ് ശരിയാക്കി എടുക്കും. അങ്ങനെ ശ്വാസം കിട്ടാനൊരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക്, അതൊക്കെ സാധാരണ കുട്ടികൾക്കുള്ളൊരു സ്വഭാവമാണ്. അങ്ങനെ ചില മക്കളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങോട്ട് വളരെ പ്രശ്നക്കാരിയല്ല നമ്മുടെ കുഞ്ഞ്. എങ്കിൽ പോലും ബോധം കുഞ്ഞ് കാക്കുന്ന പോലെയാണല്ലോ, അങ്ങനെ വേണമല്ലോ ഒരു കുട്ടീനെ നോക്കിയെടുത്ത് കൊണ്ടുവരാനായിട്ട്.